ഇനി ബെറ്റർ ലൈഫിൽ നിങ്ങളേവരും കാത്തിരുന്ന ബെറ്റർ ലൈഫ് സ്പെഷ്യൽ. ജീവരക്ഷാ ഉപകരണമായ വെന്റിലേറ്റർ ആണ് ബെറ്റർ ലൈഫിൻ്റെ ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എന്താണ് വെന്റിലേറ്റർ? എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? നിങ്ങളൊരു ആളെ വെള്ളത്തിൽ നിന്ന് മുങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. കരയ്ക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് ശ്വാസമില്ല. നിങ്ങളെന്ത് ചെയ്യും? വായിലൂടെ ശക്തിയായി ശ്വാസം ഊതിക്കൊടുക്കും. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. വളരെ സിമ്പിളായി പറഞ്ഞാൽ അത് തന്നെയാണ് വെന്റിലേറ്ററും ചെയ്യുന്നത്. തൊണ്ട വഴി ഇടുന്ന ഒരു ട്യൂബ് വഴി ശ്വാസകോശത്തിലേക്ക് വായു ഒരു നിശ്ചിത അളവിൽ കൊടുക്കുകയാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. കൊടുക്കുന്ന വായുവിൻ്റെ അളവ്, അതിൽ ഓക്സിജൻ്റെ അനുപാതം, അതിൻ്റെ മർദ്ദം, ഇതെല്ലാം വെന്റിലേറ്റർ വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നു. മാത്രമല്ല, രോഗി സ്വയമായി ശ്വസിക്കാൻ തുടങ്ങിയാൽ അത് മനസ്സിലാക്കാനും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും വെന്റിലേറ്ററിന് സാധിക്കും. ശ്വാസക്കുഴലിനകത്തും ശ്വാസകോശത്തിനകത്തുമുള്ള മർദ്ദം മനസ്സിലാക്കാൻ വെന്റിലേറ്റർ വഴി നമുക്ക് സാധിക്കും. അതിൽ നിന്ന് ചികിത്സ ഡിസൈഡ് ചെയ്യാനും ലങ്സിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാനും ഡോക്ടർമാർക്ക് സാധിക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആദ്യമായി വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ അയൺ ലങ് എന്നുപയോഗിക്കുന്നൊരു ഉപകരണമാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോളിയോ ബാധിച്ച് ശ്വാസത്തിൻ്റെ മസിലുകൾ തളർന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് ആണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പുറമേ നിന്ന് നെഞ്ച് കംപ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമായിരുന്നു അത്. പിന്നീട് 1949 ജോൺ ഹാമിൽട്ടനും 1951 ബേർഡും ആണ് ഇന്നുണ്ടാകുന്ന വെന്റിലേറ്ററിൻ്റെ ആദ്യ രൂപങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ആദ്യകാലങ്ങളിൽ അനസ്തീഷ്യ കൊടുക്കുന്ന രോഗികൾക്ക് ശ്വാസം കൊടുക്കാനാണ് വെന്റിലേറ്റർ ഉപയോഗിച്ചിരുന്നത്. ഏതെല്ലാം രോഗികൾക്കാണ് വെന്റിലേറ്ററിൻ്റെ സഹായം ആവശ്യം വരുന്നത്? സ്വന്തമായി ശ്വസിക്കാൻ കഴിയാത്ത, അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ മസിൽസ് പാരലൈസ് ചെയ്യും. ആ സമയത്ത് വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരും. ഈ വലിയ ഓപ്പറേഷനുകളിൽ അനസ്തീഷ്യ കഴിഞ്ഞും കുറച്ച് സമയം വെന്റിലേറ്ററിൻ്റെ സഹായം ചില രോഗികൾക്ക് ആവശ്യം വരാറുണ്ട്. പിന്നെ ഹെഡ് ഇഞ്ചുറി, തലയ്ക്ക് ക്ഷതം പറ്റി ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് അതിന് വെന്റിലേറ്ററിൻ്റെ സഹായം ആവശ്യം വരാറുണ്ട്. പിന്നീട് പോയ്സണിങ്, പ്രത്യേകിച്ച് ഇൻസെക്ടിസൈഡൽ പോയ്സണിങ്, മൂർഖം പാമ്പിൻ്റെ വിഷബാധ, ഇതെല്ലാം മസിൽ പാരാലിസിസ് ഉണ്ടാക്കുകയും അങ്ങനെയുള്ള രോഗികൾക്ക് വെന്റിലേഷൻ്റെ ആവശ്യം വരികയും ചെയ്യുന്നു. വേറൊരു ഗ്രൂപ്പ് രോഗികൾ, വെന്റിലേഷൻ്റെ ആവശ്യം വരുന്ന രോഗികളെന്ന് പറയുന്നത് ഞരമ്പ് സംബന്ധമായുള്ള ചില രോഗങ്ങൾ, ഗില്ലൻ ബാരി സിൻഡ്രോം, പോളിയോ, അങ്ങനെയുള്ള രോഗങ്ങൾ ബാധിച്ച് മസിൽസ് പാരലൈസിസ് വന്നവർക്കും വെന്റിലേറ്ററിൻ്റെ സഹായം ആവശ്യം വരാറുണ്ട്. പിന്നീടുള്ളൊരു മേജർ ഗ്രൂപ്പ് ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങളാണ്. പ്രത്യേകിച്ച് പുകവലിയിൽ നിന്നുണ്ടാകുന്ന COPD എന്ന രോഗം മൂർച്ഛിക്കുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ ഇവരെ വെന്റിലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂമോണിയയിലും ഹൃദയ സംബന്ധമായുള്ള രോഗം കാരണം കൊണ്ടുണ്ടാകുന്ന പൾമറി എഡിമയിലും ചില സിറ്റുവേഷനിൽ വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരാറുണ്ട്. താരതമ്യേന പുതിയൊരു വെന്റിലേഷൻ രീതിയാണ് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ. നമ്മൾ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തൊണ്ട വഴി ട്യൂബ് ഇട്ട് അതുവഴിയാണ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രോഗിക്ക് സംസാരിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നും സാധിക്കുകയില്ല. നോൺ ഇൻവേസീവ് വെന്റിലേഷനിൽ നമ്മൾ ഫേസിൽ അടച്ചൊരു മാസ്ക് ഫിറ്റ് ചെയ്തിട്ട് സൈഡിൽ കൂടെ എയർ ലീക്ക് ചെയ്യാതെ ടൈറ്റായിട്ടൊരു മാസ്ക് ഫിറ്റ് ചെയ്യുകയും അതുവഴി വെന്റിലേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. രോഗിക്ക് ആഹാരം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് ഈ വെന്റിലേഷൻ്റെ അഡ്വാൻറ്റേജ്. പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ട്, വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ മരണം സംഭവിക്കുക എന്നുള്ളതിന് തുല്യമാണെന്നുള്ളതാണ്. അത് ശരിയല്ല. പല അസുഖങ്ങളിലും വെന്റിലേറ്റ് ചെയ്യുന്ന രോഗികൾ രക്ഷപ്പെട്ട് വരാറുണ്ട്. നമ്മൾ ഒരു രോഗം ചികിത്സിക്കുമ്പോൾ ആ വിഷമസ്ഥിതി തരണം ചെയ്യാനായിട്ട്, ആ ക്രിട്ടിക്കൽ പീരീഡ് ടൈഡ് ഓവർ ചെയ്യാനായിട്ട് ആണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ആ സമയം കൊണ്ട് രോഗത്തിനുള്ള ചികിത്സ കാരണം കൊണ്ട് രോഗം ഭേദമാകുകയാണെങ്കിൽ രോഗിക്ക് രക്ഷപ്പെടാവുന്നതാണ്. എന്നാൽ ബേസിക് ആയിട്ടുള്ള അസുഖം ചികിത്സിച്ച് ഭേദമാകുന്നില്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം രോഗി രക്ഷപ്പെടുന്നില്ല. കാരണം ശ്വാസം കൊടുക്കുക, ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള രോഗിക്ക് ശ്വാസം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വെന്റിലേറ്ററിൻ്റെ ജോലി.